സമയം 6 മണിയാണ് ഗൈസ്. നമുക്ക് സൺറൈസ് ഗൈസ്. നല്ല വെള്ളച്ചാട്ടം സൺറൈസ്. സമയം 6:30. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ എടുക്കാൻ വന്നു. അതാണ് ഗൈസ് നമ്മൾ താമസിച്ച റിസോർട്ട് വൈറ്റ് ഹൗസ്. ഗൈസ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാ ഞങ്ങള് 3 പേരുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഉമ്മി വാപ്പി ഉണ്ട്, ബാക്കിയുള്ളവര് 2 കാറിൽ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് കറന്റ്ലി റൂമിൽ നിന്ന് ഡ്രസ് മാറി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഒരു പള്ളിക്കാണ്. പള്ളിയുടെ പേരെന്താ? തങ്ങൾപ്പാറയിലോട്ട് പോവാണ് ഞങ്ങള്. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ബൈ. ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മള് പള്ളിക്ക് പോവാണ്. അടിപൊളി. പക്ഷെ കാറ് നോക്ക്, നല്ല ഭംഗിയുള്ള സ്പേസ്. ഇവിടെയൊക്കെ റൂം എടുത്താണെങ്കിൽ സുഖമാണ്. ഹലോ ഗൈസ്, നമ്മളിന്ന് സൗണ്ടൊക്കെ പോയി. നമ്മളിന്ന് തങ്ങൾപ്പാറയിൽ വരുന്നതാണ് സുഹൃത്തുക്കളെ. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോ തങ്ങൾപ്പാറയിൽ കയറാൻ പോവാണ്. മുകളില് പള്ളിയുണ്ട്, പള്ളിയിലാണ് നമ്മൾ പോണത്. നമ്മള് ഒന്നുമൊക്കെ എടുത്തു. ഇനി എന്താണ് സാധാരണ പറയുന്നത്, ഒന്നും എടുത്തിട്ട് പാറ കയറി ഇറങ്ങുന്നത്. ഷെയ്ഖ് ഫരീദീൻ തങ്ങൾ ധ്യാനത്തിലിരുന്ന പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മക്ബറയും അതുപോലെ തന്നെ അദ്ദേഹം ധ്യാനത്തിലിരുന്ന പാറ ആദ്യം അത് ചെറുതായിരുന്നു, പിന്നീട് അത് വളർന്ന് വലിയൊരു പാറയായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കാർ ഇറങ്ങി ഈ പാറയിലോട്ട്, തങ്ങൾപ്പാറയിലോട്ട് നോക്കുമ്പോൾ ഏകദേശം ദൂരെയായിട്ട് തോന്നുന്നു. 1.5 കിലോമീറ്റർ ഈ പാറയിലൂടെ സഞ്ചരിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ 3 പാറ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഇറക്കം കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ തങ്ങൾപ്പാറയിലോട്ട് നമ്മൾ എത്തുന്നത്. തങ്ങൾപ്പാറ കാണുമ്പോൾ നമുക്ക് കയറാൻ സാധിക്കില്ല എന്നൊക്കെ തോന്നുമെങ്കിലും ആര് വന്നാലും ഈ പാറ കയറും എന്നാ പറയുന്നത്. വാഗമൺ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പോട്ട് തന്നെയാണ് തങ്ങൾപ്പാറ. ഈ പാറ കയറുമ്പോൾ ഉള്ള വ്യൂ അതാണ്. ചുറ്റൂടും തേയിലത്തോട്ടങ്ങളും മലഞ്ചെരുവുകളും ആ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ്. നമുക്ക് കേറുമ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ആ ക്ലൈമറ്റ് ആസ്വദിച്ചുകൊണ്ട് കയറാം. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരും അതിനു പുറമെ ആ സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ പാടുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെല്ലാം കുതിരകള് കേറിയ മീൻസ് ഈ പാറയിൽ കൂടെ കേറിയതിന്റെ കാൽപ്പാടുകൾ. അങ്ങനെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ പാറ വലിഞ്ഞു കയറാൻ പോണ. പാറ വലിഞ്ഞു കയറാൻ പോണ. പാറയല്ല, ഇനി ആ ഒരു പാറയും കൂടെ നമ്മൾ കേറാനുണ്ട്. അതിന്റെ മേലെയാണ് പള്ളി.
പാർക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. മിഥിലാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോഴേക്കും ഓടിപ്പോയി. ഗൈസ് നമ്മൾ അങ്ങനെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ലെറ്റ്സ് ഫോളോ അപ്പ്. ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. എടുത്തിട്ടുണ്ട്. പി ആർ കാണാൻ പോകണം. ഇൻസ്റ്റയിലിടണല്ലേ? സോംബിയൊക്കെ വരുന്നു ഗൈസ്. സോംബി ഇങ്ങനെയൊക്കെ ആയിട്ട് വരിക. പിന്നെ നമ്മള് ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ വീഴുക. പിന്നെന്താ മറ്റേ ഇങ്ങനെ പൊട്ടി ഇടയിൽ വെച്ച് പാല് പൊട്ടുമ്പോൾ നമ്മളിങ്ങനെ പറക്കും ആ സാധനത്തിൽ ഇരുന്നിട്ട്, ട്രെയിനിൽ ഇരുന്നിട്ട്. സൂപ്പറായിരുന്നു ഗൈസ്. എന്തായാലും അതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. തിരക്ക് പറഞ്ഞാൽ അന്യായ തിരക്ക്. ഞായറാഴ്ചയല്ലേ, ഒന്നും ടിക്കറ്റ് എടുക്കാൻ നിൽക്കാൻ പറ്റണില്ല. എന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഗ്ലാസ് ബ്രിഡ്ജിലെങ്കിലും കയറാൻ വേണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി അത് ഒരു കുട്ടി എൻ്റെ അടിയിൽ നിൽക്കുന്ന കുട്ടിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തരോ ചോദിച്ച് പൈസ കൊടുത്തു. എന്നിട്ട് ആ കുട്ടി അവിടെ പോയപ്പോൾ പറയാം 4:30 എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റുള്ളൂ, കാരണം അത്രയും ക്യൂ ആണ്. അവരൊക്കെ കയറി കഴിഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ 4:30 വരെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും മൂഞ്ചി നമ്മളൊരു VR ബോക്സ് മാത്രം ചെയ്തു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകും. നമ്മളെ വാഗമൺ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓരോരുത്തരൊക്കെ ചത്തു. അവരൊക്കെ ഒരാൾ കടക്കാൻ തുടങ്ങി. പിന്നെന്താ, നമ്മൾ വേറൊരു റൂട്ട് വഴിയാണ് പോകുന്നത്. കാരണം ഞായറാഴ്ചയും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്, ബ്ലോക്കാണ് മൊത്തം. വീടെത്തിയിട്ടില്ല. നമ്മള് ഇരുന്നിരുന്ന് മതിയായപ്പോൾ റോഡിന്റെ സൈഡ് നമ്മള് ഇരുന്നിരുന്ന് വയ്യാണ്ടായപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് അങ്കമാലി നിർത്തിയിട്ട് റോഡ് സൈഡിൽ കൂടെ നടക്കും. നമ്മളങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. വീടെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ വൈറ്റ് ഹൗസിലാണ് പോകുന്നത്. സോ ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ബാക്കിൽ. നമ്മളെ ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി. ഇനിയിപ്പോൾ ഉറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. വാഗമൺ സീരീസ് അവസാനിക്കുകയാണ്. ബൈ.